നമ്മളൊക്കെ എല്ലാ ദിവസവും തല പുകയ്ക്കുന്ന ഒരു കാര്യം ഈ പ്ലാസ്റ്റിക്കുകൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഈ കവറുകളൊക്കെ എങ്ങനെ മാറ്റാം, ഏത് രീതിയിൽ കൊണ്ടുപോകാം. ഒരു ദിവസം നമ്മൾ എങ്ങനെ പോവുകയാണെങ്കിലും ഒരു 10 കവറെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുമായിരിക്കും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാനും അതിൻ്റെ ഉപയോഗം ചുരുക്കാനും പല വഴികളാണ് ഇന്ന് ലോകം തേടിക്കൊണ്ടിരിക്കുന്നത്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കിനെ മൂല്യവർദ്ധിത നിർമ്മാണ വസ്തുവാക്കി മാറ്റുകയാണ് ഇവിടെ ഒരാൾ. പ്ലാസ്റ്റിക് യഥാർത്ഥത്തിൽ ഒരു വെല്ലുവിളിയാണോ? എങ്കിൽ ആ വെല്ലുവിളിയെ ഏറ്റെടുക്കുകയാണ് ഇവിടെ. ഇരുന്നൂറോ 300 വർഷം മണ്ണിൽ കിടന്നാലും വിഘടിക്കാത്ത പ്ലാസ്റ്റിക്കിനെ മൂല്യവർദ്ധിത നിർമ്മാണ വസ്തുവാക്കുകയാണ് സൗഹൃദ്. അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണത്തിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പ്ലാസ്റ്റിക്കിനെ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്താം. 3 വാൾസ് ആയിട്ടാണ് ഈ പവലിയൻ ചെയ്തിട്ടുള്ള 3 വാൾസ് 3 ഡിഫറെൻറ്റ് സ്റ്റോറികൾ ഓരോ ജേണി ആയിട്ടാണ് നമ്മൾ എക്സിബിറ്റ് ചെയ്യാൻ നോക്കി. ഒരു ജേണി പ്ലാസ്റ്റിക്കിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറയും. ഒരു ജേണി പ്ലാസ്റ്റിക് എത്രത്തോളം നമ്മളെ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കറണ്ട് ഡാറ്റ. പിന്നെ ഒരു ജേണി നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത പോളിമർ കമ്പോസിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പറയും. എത്രത്തോളം തെർമലി സ്റ്റേബിളാണ്, എത്രയാണ് ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി, ഇത് പൊട്ടുമോ, ഇതിൻ്റെ ഉറപ്പ്, അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ടെസ്റ്റഡ് ആണ്. മാതൃഭൂമി രാജ്യാന്തര അക്ഷരോത്സവത്തോടനുബന്ധിച്ച് കനകക്കുന്നിലാണ് ഈ വിപ്ലവം സൃഷ്ടിക്കുന്ന പുനരുപയോഗ മാതൃക അവതരിപ്പിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ പാരിസ്ഥിതിക ആഘാതം ലഘൂകരിക്കാനുള്ള ഈ മാർഗത്തെ ജനകീയമാക്കുകയാണ് ഇവിടെ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.